നിനക്കൊക്കെ പ്രാന്താടാ പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. വീണ വിളിക്കണം. ഹലോ ഹലോ എടി നീ ഓക്കെ അല്ലേ? ഇവിടെ കാര്യം പറ വീടാ. മണ്ണാർക്കാട് താലൂക്കിൽ ഡെങ്കിപ്പനി അതീവ ജാഗ്രത. പനിയെ നിസ്സാരമായി കാണരുത്. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാത്തവർക്കെതിരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കർശന നടപടി. അവളത് മുകളിലുണ്ട്. രാവിലെ കയറിയതാ, പിന്നെ ഇറങ്ങിയിട്ടില്ല. നിങ്ങളൊന്ന് ചെന്നോക്ക്. വീണ എടി എന്തടി ഓക്കെ അല്ലേ? എന്താ പറ്റി? ഞാൻ ഇനി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല. ഏയ് എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇന്ന് രാവിലെ മൂക്കിന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലഡ് ക്യാൻസർ ആണെന്നാ തോന്നുന്നത്. ആര് പറഞ്ഞതൊക്കെ? ഗൂഗിൾ നോക്കിയപ്പോ അതാ കിട്ടിയത്. ഗൂഗിൾ നോക്കിട്ടാണ് രോഗം നിർണ്ണയിക്കുക? ഗൂഗിൾ അതാ കണ്ട്. ഗൂഗിൾ എന്താ മരിക്കുന്നു പറഞ്ഞേ? കളിയാക്കൊന്നും വേണ്ട. ഇതിനാണ് അപ്പൊ ഓടിക്കാശ് ഇങ്ങോട്ട് വന്നേ. എന്നാ ഡ്രസ് ചേഞ്ച് ആക്കി നമുക്ക് ഡോക്ടറെ കാണാം. എന്താ പറ്റിയേ? അത് ക്യാൻസർ അത്രേ. ക്യാൻസറോ? ഞാനൊന്ന് നോക്കട്ടെ. ശ്വാസം എടുത്തോട്ടെ. ഇവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പൊ ഇവിടെ കുറെ ഡെങ്കുവിന്റെ കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. വീണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വീണയ്ക്ക് നെഗറ്റീവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അച്ചുവിന് പോസിറ്റീവാണ്. താൻ ഇതിനു മുൻപേ കൊതുക് ശല്യമുള്ള വല്ല സ്ഥലത്തോ അതോ പുറത്തുനിന്ന് വല്ല വെള്ളം എന്തെങ്കിലും കുടിച്ചിരുന്നോ? ഇല്ല ഡോക്ടർ, ഞങ്ങൾ എന്ത് സംസാരിക്കാറുള്ളത് അജിത്തിന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്താണ്. അവിടുന്നാണ് ഇവൾക്ക് ക്യാൻസർ പറഞ്ഞ് വിളിച്ചത്. അതെ, എന്തായാലും താനൊരു കാര്യം ചെയ്യും, ഇപ്പൊ വന്ന് അഡ്മിറ്റ് ചെയ്തോളൂ. തനിക്ക് പോസിറ്റീവാണ്. ഡെങ്കി വരാൻ വേറെ എവിടേക്കും പോണ്ട, നമ്മുടെയൊക്കെ വീടിന് ചുറ്റും തന്നെയാണിത്. നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കാം. കൊതുകടിയേൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും കടുത്ത പനി, തലവേദന, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം മരുന്ന് കഴിക്കരുത്. ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കാം. നമ്മുടെ ചെറിയ ജാഗ്രത നമ്മുടെ കുടുംബത്തിന്റെ വലിയ സുരക്ഷയാണ്. ഡെങ്കിപ്പനിയെ ഒരുമിച്ച് തടയാം.